ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഊർജ്ജ നയതന്ത്രം. എണ്ണ എന്നത് വെറുമൊരു ഇന്ധനമല്ല, മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിർവചിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആഗോള വിപണിയിലുണ്ടായ മാറ്റങ്ങളും അതിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരുന്നു. ഇതിൻ്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിൻ്റെ പ്രസ്താവന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വൈറ്റ് ഹൗസിൻ്റെയും അവകാശവാദങ്ങൾക്ക് മറുപടി എന്നോണം വന്ന ഈ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തെയും ആഗോള എണ്ണ വിപണിയിലെ സങ്കീർണതകളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന അമേരിക്കയുടെ അവകാശവാദം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് വലിയൊരു ഭൗമ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഇതിനോടുള്ള റഷ്യയുടെ പ്രതികരണം വളരെ തന്ത്രപരവും പക്വതയുള്ളതുമായിരുന്നു. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും റഷ്യ പറയുമ്പോൾ അത് കാലങ്ങളായുള്ള തങ്ങളുടെ സൗഹൃദത്തിന് നൽകുന്ന വില കൂടിയാണ്. ഇന്ത്യ തങ്ങളുടെ ഏക വിതരണക്കാരല്ലെന്നും ഇന്ത്യക്ക് വിപണിയിൽ മറ്റ് ഓപ്ഷനുകളുണ്ടെന്നും റഷ്യ തുറന്ന് സമ്മതിക്കുന്നു. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യവൽക്കരണം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ദശകങ്ങളായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ഇറാനെയും സൗദി അറേബ്യയെയും ആശ്രയിക്കുന്ന ഇന്ത്യ വിതരണ ശൃംഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുന്നിൽ കണ്ടാണ് റഷ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കണ്ണുവച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ലഭ്യമായപ്പോൾ അത് വാങ്ങാൻ ഇന്ത്യ തയ്യാറായി. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കാനും സഹായിച്ചു. ഇന്ത്യയുടെ ഈ തീരുമാനത്തെ റഷ്യ ഇപ്പോൾ സ്വാഭാവികമായ ഒരു വിപണി ഇടപെടലായിട്ടാണ് കാണുന്നത്. സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ചാൽ റഷ്യൻ എണ്ണ ഇന്ത്യക്ക് എത്രത്തോളം അനിവാര്യമാണെന്ന് മനസ്സിലാക്കാം. റഷ്യ വിതരണം ചെയ്യുന്ന യുറാൾഡ് ക്രൂഡ് ഓയിലിന് പ്രത്യേകമായ ഒരു ഘടനയുണ്ട്. ഇന്ത്യൻ റിഫൈനറികൾ ഈ പ്രത്യേകതരം എണ്ണ സംസ്കരിക്കാൻ പാകത്തിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യൻ നാഷണൽ എനർജി സെക്യൂരിറ്റി ഫണ്ടിലെ വിദഗ്ധനായ ഇഗോർ യുഷ്കോവ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പ്രതിദിനം 1.5 ദശലക്ഷം മുതൽ 2 ദശലക്ഷം ബാരൽ വരെ എണ്ണയാണ് റഷ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇത്രയും വലിയൊരളവ് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് നൽകാൻ കഴിയില്ല. അമേരിക്കൻ എണ്ണയുടെ ഗുണനിലവാരവും വിലയും റഷ്യൻ എണ്ണയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് റഷ്യൻ എണ്ണ തന്നെയാണ് സാമ്പത്തികമായി ലാഭകരം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം പുതിയ കാര്യമല്ല. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും പിഴച്ചുങ്കങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുക എന്നത് അവരുടെ ആഗോള താൽപ്പര്യമാണ്. എന്നാൽ ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ പിണക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയുമില്ല. ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം പ്രകടമാകുന്നത്. റഷ്യയുമായി പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ അമേരിക്കയുമായി സാങ്കേതിക വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. വൈറ്റ് ഹൗസ് പറയുന്നത് പോലെ റഷ്യൻ എണ്ണ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ഒന്നല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിലപേശൽ മാത്രമായിട്ടാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോള എണ്ണ വിപണിയിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന റഷ്യ, മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലൊന്നായ ഇന്ത്യ. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ബാധിക്കും. അതിനാൽ തന്നെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി വെറുമൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമല്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിൻ്റെ വാക്കുകളിൽ മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. ഇന്ത്യയുടെ വിതരണക്കാരെ മാറ്റാനുള്ള നീക്കം പുതിയതല്ല എന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഏതൊരു രാജ്യവും ഒരൊറ്റ സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഈ വൈവിധ്യവൽക്കരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിപണിയിലെ മത്സരങ്ങൾക്കിടയിൽ മികച്ച വില എവിടെ ലഭിക്കുന്നുവോ അവിടെ നിന്ന് വാങ്ങുക എന്നത് ഏതൊരു വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയുടെയും ലക്ഷ്യമാണ്. ചുരുക്കത്തിൽ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല. അത് ലോകക്രമത്തിലെ മാറുന്ന അധികാര സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും സാമ്പത്തിക ഭദ്രതയ്ക്കുമാണ് മുൻഗണന. അമേരിക്കയുടെ താൽപ്പര്യങ്ങളും റഷ്യയുടെ സൗഹൃദവും ഒരേപോലെ കൈകാര്യം ചെയ്യുക എന്ന വെല്ലുവിളി നിറഞ്ഞ പാതയിലാണ് ഇന്ത്യ സഞ്ചരിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന
ക്രെംലിൻ പ്രസ്താവന ഇന്ത്യയുടെ ഈ നയതന്ത്ര കരുത്തിനുള്ള അംഗീകാരമാണ്. ഭാവിയിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യ തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയേക്കാമെങ്കിലും അതേതെങ്കിലും രാജ്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കില്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്നുറപ്പാണ്. ഈ വിഷയം നമ്മോട് പറയുന്നത് ആഗോള രാഷ്ട്രീയം എന്നത് പരസ്പര പൂരകങ്ങളായ താൽപ്പര്യങ്ങളുടെ ഒരു വലക്കണ്ണിയാണെന്നാണ്. ആർക്കും ആരെയും പൂർണ്ണമായും ഒഴിവാക്കാനോ അടക്കി ഭരിക്കാനോ കഴിയില്ല. ഇന്ത്യയെപ്പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന് തൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ആരോട് കൈകോർക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്നും നിലനിൽക്കും. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.